ഒട്ടുമിക്കവാറും മലയാളികളുടെ ഇടയിലുള്ള ഒരു രോഗമാണ്. ഇത് എന്നുള്ള രോഗം തന്നെയാണ് സംശയരോഗം. ഭാര്യയ്ക്ക് ഭർത്താവിനെ സംശയം, കാമുകന് കാമുകിയെ സംശയം, അമ്മയ്ക്ക് തൊട്ടടുത്തുള്ള ഒരു ചേച്ചിയെ സംശയം, മൊത്തം സംശയരോഗമാണ്. അപ്പോ അതിനുവേണ്ടി മൊബൈലിലൂടെ ഒരു ആപ്പ് വന്നിട്ടുണ്ട്, ചിൽഡ്രൻസ് ട്രാക്കേഴ്സ് അല്ലേ? അതതിന്റെ ഒരു പേര് അങ്ങനെ പറഞ്ഞിട്ട്, അതായത് നേരിട്ട് നമ്മള് ചാരപ്പണി എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അതിന് പകരം ചിൽഡ്രൻസ് ട്രാക്കർ എന്നൊരു പേരിട്ടേക്കുന്നു. ഇത്തരത്തില് കുറെ ആപ്ലിക്കേഷനുകളുണ്ട്. വാട്സ്ആപ്പ് സ്പൈ എന്നൊക്കെ പറഞ്ഞു. അതെ, വാട്സ്ആപ്പ് സ്പൈ അല്ലെങ്കിൽ ആപ്ലിക്കേഷന്റെ പേരൊക്കെ പറഞ്ഞപ്പോ എല്ലാവരും അത് ഡൗൺലോഡ് ചെയ്യാൻ പോകും. അല്ല, അത് എന്തൊക്കെ പണിയാണ് ചെയ്യുന്നത്? അതായത് നമ്മള് ആയിട്ട് പറയണം. എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഉദാഹരണം നമുക്ക് ഭാര്യ സംശയമുണ്ട്. ഒട്ടുമിക്കവർക്ക് ഇന്നത്തെ ഒരു ട്രെൻഡാണ്, സീരിയലൊക്കെ കണ്ടതിന് ശേഷം എല്ലാവർക്കും ഭാര്യക്ക് ഭർത്താവിന് ഭാര്യയും സംശയമുണ്ട്. അപ്പൊ നമ്മള് ഭാര്യയുടെ ഫോണിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാം. നമുക്ക് അതിൽ രജിസ്റ്റർ ചെയ്യാൻ ഒരു ഡീറ്റെയിൽസ് ഉണ്ടാവും, നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നു. ഇതുപോലെ തന്നെ അതിന് കാശുണ്ടോ? പെയ്ഡ് ആപ്ലിക്കേഷനുകളാണ്. എന്നാൽ മാത്രമേ 2 ദിവസം ഒരു ട്രയൽ വരും, വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുൾ ഫംഗ്ഷൻ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പൈസ കൊടുക്കണം. അപ്പൊ അത് ഓരോ മന്ത്ലി സബ്സ്ക്രിപ്ഷൻ നമുക്ക് എടുക്കാം. അപ്പൊ അത്തരത്തിൽ കുറെ ആപ്ലിക്കേഷൻ ഉണ്ട്, എക്സൻ സ്പൈ, ട്രൂ സ്പൈ അല്ലെങ്കിൽ ഹെലോ സ്പൈ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇത് നമ്മൾ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാം. റൂട്ട് ചെയ്ത ഫോണാണെങ്കിൽ കുറച്ചും കൂടി ഉപകാരമായിരിക്കും, എല്ലാ പെർമിഷനും എടുക്കും. അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം നമ്മൾ ഫോണിൽ രജിസ്റ്റർ ചെയ്യുന്നു ഒരു യൂസർ ഐ ഡി വെച്ചിട്ട്. അതേ ഐ ഡി തന്നെ ആ ആപ്ലിക്കേഷൻ തരുന്നവരുടെ വെബ്സൈറ്റിൽ നമുക്ക് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മളെ ഭാര്യയുടെ ഫോണിൽ നെറ്റ് ഉണ്ടെങ്കിൽ അവളിപ്പോ എവിടെയും പോയി ഫോട്ടോ എടുക്കുക. അതെ, നമ്മൾ തിരിച്ചും കിട്ടും, പണി കിട്ടും. അങ്ങനെയാണ്, പണി കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചും കിട്ടും. അപ്പൊ നമ്മളൊരു ഫോട്ടോ എടുത്താൽ അപ്പൊ തന്നെ നമുക്ക് നമ്മുടെ ആ ഡാഷ്ബോർഡിൽ കിട്ടും. ഇനി നമ്മൾ വാട്സാപ്പിൽ ഇരുന്ന് ചാറ്റ് ചെയ്യണം. എത്ര എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് അതിൽ വരും ചാറ്റ് ചെയ്യണത്. നിങ്ങൾ വീഡിയോ കോൾ ചെയ്യാണ്, നെറ്റ് നല്ല സ്പീഡ് ഉള്ളതാണെങ്കിൽ നേരെ നമ്മുടെ ആ തന്നെ ഡാഷ്ബോർഡിലേക്ക് വരും. അല്ല, അത് ഇതുണ്ട്, കാണിച്ചു തരാൻ വേണ്ടിയാണ്. അതായത് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താൽ ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം ഇതിപ്പോ നോക്കിക്കൂടെ, നമ്മുടെ സാധാരണ ഫോണിൽ നമ്മൾ ആപ്ലിക്കേഷൻ മെനുവിലോ ഇതിലൊക്കെ നോക്കിയാലും ഇതിലൊന്നും ആപ്ലിക്കേഷൻ കാണില്ല. ഇത് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണിൽ, അതായത് ഓരോ സർവീസും, അതായത് ആ ആപ്ലിക്കേഷൻ തന്നെ ഒരു കോഡ് തന്നിട്ടുണ്ടാവും. അവരുടെ ആപ്ലിക്കേഷൻ ഇത് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫോൺ അതായത് ഡയൽ ചെയ്യാനുള്ള ഡയൽ പാഡ് എടുക്കണം. ഈ ഡയൽ പാഡ് എടുത്തിട്ട് അവർ തന്നിട്ടുള്ള ഒരു സീക്രട്ട് കോഡ് ഉണ്ട്. അതെ, അത് കാണുമ്പോൾ ഇരിക്കും നമ്മൾ ഫോൺ ഡയൽ ചെയ്യാനാണ്. പക്ഷെ ഇവിടെ നമ്മൾ ആ നമ്പർ ഇതുപോലെ ഡയൽ ചെയ്യും. ഇതിപ്പോ ഹെലോ സ്പൈ എന്നാണ് ആപ്ലിക്കേഷൻ ചെയ്യുന്നത്. ആ കോഡ് എൻ്റർ ചെയ്ത് ഇതുപോലെ കോൾ കൊടുക്കും. നോക്കിയേ, ഹെലോ സ്പൈ എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി. ഇതല്ലാണ്ട് ഈ ആപ്ലിക്കേഷൻ വേറെ ഇതിനുള്ളിൽ ഒരു സെറ്റിംഗ്സിൽ നമുക്ക് കാണാൻ പറ്റില്ല. നമുക്ക് ഒരിക്കലും വേണ്ടാത്തൊരു ആപ്പാണെന്നാണ് എനിക്കിത് തോന്നുന്നത്. ഇത് കാരണം എന്താന്ന് വെച്ചാൽ ഒരു കുടുംബ ജീവിതത്തിന്റെ വലിയൊരു കെട്ടുറപ്പ് തന്നെ. വക്കീൽമാർക്ക് പണിയുണ്ടാവും, പക്ഷെ ഒരു കുടുംബ ജീവിതത്തിന്റെ വലിയൊരു കെട്ടുറപ്പ് എന്ന് പറയുന്നത് വിശ്വാസമാണ്. അപ്പൊ പണ്ടുള്ളവര് ഇങ്ങനെ നമ്മളെന്താ പരദൂഷണമൊക്കെ പറഞ്ഞിട്ട് കുടുംബങ്ങൾ തകരാറുണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ ഒരു ആപ്പ് വന്നു കഴിഞ്ഞാൽ ഒരുപാട് കുടുംബ ബന്ധങ്ങൾ തകരാൻ ഇതുകൊണ്ട് കാരണമാവുമെന്നാണ് എന്റെ. രണ്ട് വശമുണ്ട് ഇതിനും, ഏതൊരു ഇതിനും നല്ലതും ചീത്തയും.